അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഉംറയുടെ രണ്ടാമത്തെ റുക്നായ തവാഫ് എങ്ങനെ ചെയ്യാം, അത് എന്താണ് തവാഫ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഈ ഭൂമിയിൽ പടച്ച പരിശുദ്ധമായ ഭവനമാണ് കഅബ ഷരീഫ്, പരിശുദ്ധ കഅബാലയം. ആ കഅബാലയത്തെ പ്രത്യേകമായ നിബന്ധനകളോടുകൂടെ, പ്രത്യേകമായ ഷർത്തുകളോടുകൂടെ 7 പ്രാവശ്യം ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. 7 പ്രാവശ്യം കഅബാലയത്തെ ചുറ്റും. ആ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്ന് നോക്കാം. ഒന്നാമത്തത് ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച, ഫുഖഹാ നമ്മെ പഠിപ്പിച്ച ഔറത്ത്, ആ ഔറത്തുകൾ പരിപൂർണമായിട്ടും മറച്ചാൽ തവാഫ് സഹിയാകുകയുള്ളൂ. മുടി പോലെയുള്ളതൊന്നും സഹോദരിമാരുടെ തട്ടത്തിൻ്റെ ഉള്ളിലൂടെ പുറത്തു വന്നാൽ തവാഫ് സഹിയാകൂല. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരം സഹിയാക്കാത്തത് പോലെ തന്നെ. അതേപോലെ തന്നെ അശുദ്ധികളെ തൊട്ട് ശുദ്ധിയാകുക. വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി. വലിയ അശുദ്ധി പിന്നെ നമ്മൾ ഏതായാലും തവാഫിന് വരുമ്പോൾ വലിയ അശുദ്ധി ഉണ്ടാവില്ല. ചെറിയ അശുദ്ധി ഒരുപക്ഷെ നമ്മുടെ വുളൂ മുറിഞ്ഞേക്കാം. അത് വുളൂഓട് കൂടെയാണ് തവാഫ് ചെയ്യേണ്ടത്. വുളൂ മുറിഞ്ഞാൽ എവിടെ നിന്നാണോ വുളൂ മുറിഞ്ഞത് അവിടെ നിന്ന് പോയി വുളൂ ഉണ്ടാക്കി വന്നതിന് ശേഷം തവാഫ് ചെയ്താലേ തവാഫ് സ്വഹിയാകുകയുള്ളൂ. അവിടെ നിന്ന് ചെയ്താൽ മതി. അതിൻ്റെ തുടക്കം മുതൽ തന്നെ, ഒന്നാമത്തെ ചുറ്റു മുതൽ തന്നെ വീണ്ടും തുടങ്ങൽ ആണ് ഉത്തമം എന്നൊക്കെ ഫുഖഹാ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് ശരീരം, വസ്ത്രം, നമ്മൾ ചുമക്കുന്ന വസ്തുക്കൾ പോലെയുള്ളതൊന്നും നജസ് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നജസ് ഉണ്ടാകാൻ പാടില്ല. നമ്മളുടെ ശരീരത്തിൽ നജസ് ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ ചുമക്കുന്ന നമ്മുടെ ബാഗ്, അതിലൊക്കെ കുട്ടികളുടെ പമ്പേഴ്സ് പോലെയുള്ള നജസുള്ള വസ്തുക്കൾ, നമ്മുടെ നജസായ ചെരുപ്പുകൾ പോലെയുള്ളതൊന്നും ഉണ്ടായാൽ തവാഫ് സ്വഹിയാകുകയില്ല. അതാണ് മൂന്നാമത്തെ നിബന്ധന. പിന്നെ പറയുന്നത് തവാഫ് തുടങ്ങുമ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ നിന്നാണ് തവാഫ് തുടങ്ങേണ്ടത്. ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഒരു റൗണ്ട് എത്തി വീണ്ടും ഹജറുൽ അസ്വദ് എത്തുന്നത് വരെ, അപ്പോഴാണ് ഒരു റൗണ്ടാകുന്നത്. ഹജറുൽ അസ്വദിൻ്റെ അവിടെ നിന്ന് തുടങ്ങി ഒരു ചുറ്റെത്തി വീണ്ടും ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് ഒരു റൗണ്ടാകുന്നത്. അപ്പോൾ നമ്മളൊക്കെ സാധാരണഗതിയിൽ ഇറങ്ങാറുള്ളത് ഈ ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്കാണ്. നമ്മളൊക്കെ റൂമുകൾ അജിയാദിലും പരിസരത്തൊക്കെ ആയതുകൊണ്ട് നമ്മൾ വന്ന് ഇറങ്ങാറുള്ളത് ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്കാണ്. ചിലപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അപ്പുറത്ത് ആ ഭാഗത്തായിരിക്കും, ചിലപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ ഈ ഭാഗത്തായിരിക്കും. ഈ ഭാഗത്ത് ഇറങ്ങിയാൽ നേരെ ഇവിടെ നിന്നും നിയ്യത്ത് വെച്ച് നമുക്ക് തവാഫാണ്ട് തുടങ്ങിയാൽ മതി. അതല്ല ഹജറുൽ അസ്വദ് കഴിഞ്ഞാണ് നമ്മൾ ഇറങ്ങുന്നത് എങ്കിൽ വീണ്ടും അവിടെ നിന്ന് ഹജറുൽ അസ്വദിൻ്റെ ഭാഗത്തേക്ക് വന്ന്, ഹജറുൽ അസ്വദും അതിൻ്റെ നേരെ ബിൽഡിങ്ങിൻ്റെ ചുമരിൽ ഒരു പച്ച ലൈറ്റ് ഉണ്ടാകും. അത് രണ്ടിൻ്റെയും ഇടയിലുള്ള സ്ഥലം മുതലാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ അവിടെ നിന്നും ഈ പറഞ്ഞ അതിര് വരെ നമ്മൾ നടന്നിങ്ങനെ വരും. അങ്ങനെ വന്ന് ഇവിടെ എത്തിയതിന് ഹജറുൽ അസ്വദിൻ്റെ ഇപ്പുറത്ത് നിന്ന് ആണ് നമ്മൾ തവാഫ് തുടങ്ങേണ്ടത്. നിയ്യത്ത് ഉംറയുടെ തവാഫാണെങ്കിൽ നവൈത്തു തവാഫൽ ഉംറത്തി സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല എന്ന നിയ്യത്ത് വക്കൽ സുന്നത്താണ്. പക്ഷേ 6 വിധത്തിലുള്ള തവാഫുണ്ട്. അതിൽ ഉംറയുടെ തവാഫിന് നിയ്യത്ത് വെച്ചില്ല എന്ന് കരുതിയിട്ട് പ്രശ്നമൊന്നുമില്ല. കാരണം ഇഹ്റാം ചെയ്ത് വരിക, നേരെ 7 ചുറ്റാണ് ചുറ്റിയാൽ മതി. അല്ലാതെ നവൈത്തു തവാഫൽ മന്ദൂബ ലില്ലാഹി തആല, സുന്നത്തായ തവാഫുണ്ട്. നമ്മൾ ഉംറ ചെയ്യാതെ വെറുതെ മസ്ജിദുൽ ഹറാമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്കൊരു തവാഫ് സുന്നത്താണ്. അങ്ങനെ ചെല്ലുന്ന സമയത്തൊക്കെ തവാഫ് ചെയ്യുക.
തവാഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പുണ്യമുള്ള കർമ്മമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, 50 തവാഫ് ഒരാൾ ചെയ്താൽ അവൻ്റെ എല്ലാ പാപങ്ങളും പുറത്തിട്ട് ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ അവനാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ പഠിപ്പിക്കും. അപ്പോൾ മസ്ജിദുൽ ഹറാമിൽ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും തവാഫ് ചെയ്യുക. 50 തവാഫ് എന്ന് പറഞ്ഞാൽ 50 ചുറ്റല്ല, 350 ചുറ്റുണ്ടാകും. 7 × 50 = 350 ചുറ്റുണ്ടാവും. അപ്പോൾ 50 തവാഫ്, 50 ചുറ്റല്ല, 50 തവാഫ് ഒരുത്തൻ ചെയ്താൽ അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന തവാഫ് ഉണ്ട്. സുന്നത്തായ തവാഫ്, നവൈതു തവാഫൽ മന്ദൂബ ലില്ലാഹി തആല സബഅത അശ്വാത്തിൽ ലില്ലാഹി തആല. സുന്നത്തായ തവാഫ് അല്ലാഹു തആലാക്ക് വേണ്ടി, സുന്നത്താക്കപ്പെട്ട തവാഫ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന നിയ്യത്ത് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അങ്ങനെ ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ നിന്ന് ആണ് തുടങ്ങേണ്ടത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഹജറുൽ അസ്വദാണ്. അങ്ങനെ കറങ്ങി വീണ്ടും ഹജറുൽ അസ്വദ് എത്തുമ്പോൾ ഒരു പ്രാവശ്യമായി, വീണ്ടും അതേപോലെ പോയിട്ട് ഹജറുൽ അസ്വദ് എത്തുമ്പോൾ അടുത്ത റൗണ്ടായി. അങ്ങനെ 7 പ്രാവശ്യം ചുറ്റണം. പിന്നെ കഅബയെ ഇടതുവശത്താക്കുക. അടുത്ത ഷർത്താണ് കഅബയെ ഇടതുവശത്താക്കുക എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന രൂപത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഇപ്പോൾ കഅബ എൻ്റെ ഇടതുവശത്താണ്. ഈ ഇടതുവശത്ത് കഅബയെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വേണം നടക്കാൻ. അപ്പോൾ ഒരിക്കലും കഅബ നമ്മുടെ മുൻവശത്താകാൻ പാടില്ല. തവാഫിൻ്റെ അടിയിൽ കൂടെ കഅബൻ്റെ നേർക്ക് തിരിഞ്ഞിട്ട് ദുആ ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ നടക്കുക. തവാഫ് സ്വഹിയാകൂല, തവാഫ് ബാത്തിലാകും. അതുപോലെ തന്നെ തവാഫ് ചെയ്യുന്ന ഇടയ്ക്ക് മറ്റൊരാളെ ബാക്കിലുള്ള ആളെ തിരിഞ്ഞു നോക്കുക, എന്നിട്ട് ഇങ്ങനെ നടക്കുക. തവാഫ് ബാത്തിലാകും, തവാഫ് സ്വഹിയാകൂല. അതേപോലെ തന്നെ തവാഫിൻ്റെ സമയത്ത് നമ്മൾ അവിടെ അങ്ങോട്ട് പുറത്ത് മസ്ജിദുൽ ഹറാമിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുക, എന്നിട്ട് ഇങ്ങനെ നടക്കുക. പക്കത്തെ കഅബ നമ്മുടെ പുറകുവശത്തായി, പുറകോട്ട് തിരിഞ്ഞു നോക്കുക, കഅബ നമ്മുടെ മുൻവശത്തായി. കഅബയിലേക്ക് തിരിയുക. മറ്റുള്ള ആളുകളെ നോക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. കഅബ എപ്പോഴും നമ്മുടെ ഇടതുവശത്താകൽ നിർബന്ധമാണ്. അപ്പോൾ നമ്മുടെ തവാഫ് സ്വഹിയാകും. അടുത്ത ഷർത്താണത്. മൂന്നാമതായി പിന്നെ അടുത്തത് പറയുന്നത്, നടത്തം തവാഫ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ ആയിരിക്കണം. വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ചിട്ട് മറ്റേ കുട്ടി ഓടുമ്പോൾ കുട്ടീനെ പിടിക്കാൻ ഓടുക, അല്ലെങ്കിൽ പേടിച്ചിട്ട് എന്തെങ്കിലും കാര്യം പേടിച്ചിട്ട് ഓടുക പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടവും നടത്തമൊന്നും തവാഫിൻ്റെ കൂട്ടത്തിൽ പെടുത്തൂല. തവാഫായിട്ട് പരിഗണിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം? തവാഫ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നടക്കുന്ന നടത്തം മാത്രമേ തവാഫായിട്ട് പരിഗണിക്കുകയുള്ളൂ. പിന്നെ തവാഫ് മസ്ജിദുൽ ഹറാമിൻ്റെ ഉൾഭാഗത്തായിരിക്കണം. അപ്പം നമ്മളിങ്ങനെ പരിശുദ്ധ കഅബാലയത്തിന് ചുറ്റും വെള്ള മാർബിളിട്ട മത്താഫ് കഴിഞ്ഞാൽ പിന്നെ പള്ളിയാണ്, ചുറ്റും പള്ളി എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഹറാം. ഈ മസ്ജിദുൽ ഹറാമിൻ്റെ ഈ മത്താഫിൽ തവാഫ് ചെയ്യാം. മസ്ജിദുൽ ഹറാമിൻ്റെ ആ പള്ളിയുടെ ഉൾവശത്തു കൂടെ തവാഫ് ചെയ്യാം. പള്ളിയുടെ മുകൾ വശത്തിലൂടെ നമുക്ക് തവാഫ് ചെയ്യാം. പക്ഷെ പള്ളിയുടെ പുറത്ത് മുറ്റത്ത് നിന്നിട്ട് ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് തവാഫ് ചെയ്താൽ തവാഫ് സ്വഹിയാകൂല. പള്ളിയുടെ ഉള്ളിൽ എവിടെ വെച്ച് തവാഫ് ചെയ്താലും തവാഫ് സ്വഹിയാകും. അപ്പോൾ തവാഫ് മസ്ജിദുൽ ഹറാമിൻ്റെ ഉൾഭാഗത്തായിരിക്കണം. അപ്പുറത്ത് പള്ളിയുടെ മുറ്റത്തിലൂടെ ചുറ്റിയാൽ തവാഫ് സ്വഹിയാകൂല. പിന്നെയുള്ള ഷർത്ത്, തവാഫ് കഅബാലയത്തിൻ്റെ പുറത്തായിരിക്കണം. അങ്ങനെ പരിശുദ്ധ കഅബൻ്റെ ഉള്ളിലേക്ക് നമ്മളാരും ചേർത്തൂലല്ലോ, കഅബൻ്റെ ഉള്ളിലേക്ക് നമ്മളാരും കൂട്ടൂല. അപ്പോൾ പിന്നെ പിന്നെ എങ്ങനെ കഅബൻ്റെ ഉള്ളിൽ കൂടെ തവാഫ് ചെയ്യണ കാര്യം പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. കഅബ എന്ന് പറയുന്ന കഅബാലയത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട കഅബയാണെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ കഅബയുടെ പുറത്തുണ്ട്. അതായത് വളരെ പ്രധാനമായിട്ടും നമ്മളൊക്കെ പെട്ടുപോകാറുള്ളതാണ്, കഅബയെ തൊട്ട് ചാരി നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ഷാദിർവാൻ എന്ന് പറഞ്ഞൊരു തിണ്ട് ഉണ്ടാവും കഅബയുടെ സൈഡിൽ. കഅബയുടെ ഈ സൈഡിൽ ഈ കില്ലങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടൊരു തിണ്ടാണ് ഷാദിർവാൻ എന്നാ പറയുക. ആ തിണ്ട് കഅബയുടെ ചുറ്റുണ്ടത്, 4 ഭാഗത്തുണ്ട്. നമ്മുടെ കഅബക്ക് ഉണ്ടാക്കിയിട്ടില്ല, 4 ഭാഗത്തും ഉണ്ട് ഇതുപോലെയുള്ള ചുറ്റ്. ഈ തിണ്ടിൻ്റെ പുറത്തു കൂടെ നമ്മളിങ്ങനെ അടുത്ത് തവാഫ് ചെയ്യുന്ന സമയത്ത് പലരും കഅബ തൊട്ട് ഇങ്ങനെ പോകും.
കഅബ തൊട്ടു പോകുമ്പോൾ ഷാദിർവാനിൻ്റെ അകത്തായി നമ്മുടെ കൈ. അപ്പം നമ്മുടെ ശരീരവും നമ്മുടെ അവയവങ്ങളും നമ്മുടെ വസ്ത്രവും കഅബയുടെ പുറത്താകണം എന്നാണ് തവാഫിൻ്റെ നിബന്ധന. അപ്പം നമ്മുടെ കൈ എന്തായി? ഈ ഷാദിർവാനിൻ്റെ അകത്ത്, അതായത് കഅബയുടെ ഉൾഭാഗത്തായി. അപ്പം നമ്മുടെ തവാഫ് സ്വഹിയാകൂല. മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ തന്നെ ഒന്നത്. രണ്ടാമതായിട്ട് ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മുടെ ഇവിടെ കാണുന്നുണ്ട്. ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ കഅബ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ട്, കഅബയുടെ വാതിലൊക്കെ കഴിഞ്ഞു പോയിട്ട് ഇവിടെ മഖാം ഇബ്രാഹിം ഉണ്ടാകും. പിന്നെ ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഒരു വട്ടത്തിലുള്ളൊരു മതിൽ കാണാം നമുക്കത്. അതും പരിശുദ്ധമായ കഅബാലയത്തിൻ്റെ ഉള്ളിൽപ്പെട്ടതാണ് എന്നാണ് ഫുഖഹാ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലേ? അങ്ങനെ വട്ടത്തിൽ അത്യാവശ്യം വീതിയൊക്കെ ഉള്ള വെള്ള മാർബിൾ പതിച്ച ഒരു മതിലാണത്. നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരാളോട് അടുത്ത് ഇങ്ങനെ നമ്മുടെ ഒരു തോളൊക്കെ കണ്ടിട്ട് ഹൈറ്റ് ഉണ്ടാകും. ഏകദേശം അത്രത്തോളം ഹൈറ്റുള്ള ഒരു മതിൽ. അപ്പോൾ അതിലൂടെ ഒക്കെ ഇങ്ങനെ കൈയൊക്കെ അതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് പോകുക, അതും തവാഫ് സ്വഹിയാകൂല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗത്ത് ഇവിടെ ഇങ്ങനെ കഅബൻ്റെയും ഇതിൻ്റെ അടിയിൽ ഇവിടെ കയറാൻ സ്ഥലമുണ്ട്. ഇവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഡോറുണ്ട്. അപ്പോൾ അത് എപ്പോഴെങ്കിലുമൊക്കെ തുറന്നിട്ട് കാണുമ്പോൾ യാദൃശികമായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് പുറത്തുകൂടെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനും സ്ഥലമുണ്ട്. അവിടെയും അതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചുറ്റിയാൽ അപ്പോൾ നമ്മുടെ തവാഫ് സ്വഹിയാകൂല. അപ്പോൾ എന്തായിരിക്കണം? തവാഫ് കഅബയുടെ പുറത്തായിരിക്കണം, മസ്ജിദുൽ ഹറാമിൻ്റെ അകത്തുമായിരിക്കണം. അത് ഷർത്താണ്. അതേപോലെ തന്നെ നടത്തം മുന്നോട്ടായിരിക്കണം, പുറകോട്ട് നടത്തം പാടില്ല. അപ്പോൾ മുൻവശത്തേക്ക് മുൻപോട്ട് മാത്രം നടക്കണം. ബാക്കിക്ക് തിരിഞ്ഞിട്ട് അല്ലെങ്കിൽ ബാക്കോട്ട് ഇവിടുന്ന് ഇങ്ങനെ, അപ്പോഴും കഅബയുടെ തന്നെ അല്ലേ, ഇങ്ങനെ ഇങ്ങോട്ട് ബാക്കിക്ക് ഇങ്ങനെ നടന്നാൽ സ്വഹിയാകൂല. അതൊന്നും പ്രായോഗികമല്ല. എങ്കിലും പറയുമ്പോൾ ഇത്തരം ഷർത്തുകളുണ്ട്. ഈ പറയപ്പെട്ട ഷർത്തുകളോട് കൂടെ ഈ പരിശുദ്ധമായ കഅബാലയത്തെ 7 പ്രാവശ്യം വലയം ചെയ്യുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഉംറയുടെ രണ്ടാമത്തെ റുക്കനായ തവാഫുണ്ട്, അതുപോലെ തന്നെ സുന്നത്താക്കപ്പെട്ട തവാഫുണ്ട്. മസ്ജിദുൽ ഹറാമിൽ എത്തിയ നമ്മളൊക്കെ സദാ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുക. ധാരാളം പുണ്യമുള്ള കാര്യമാണ്. പാപങ്ങളൊക്കെ പൊറുക്കപ്പെടണം. എപ്പോൾ പരിശുദ്ധമായ മക്കയിലെത്തിയാലും 50 തവാഫ് പൂർത്തിയാക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ റബ്ബ് സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.